ഹലോ. അപ്പോൾ ഒരു നൈറ്റ് സ്കിൻ കെയർ ആണ്. ഞാൻ എല്ലാ ദിവസവും നൈറ്റ് സ്കിൻ കെയർ ചെയ്യാറില്ല. ഇടയ്ക്ക് ആഴ്ചയിൽ മാത്രം ഞാനിങ്ങനെ സ്കിൻ കെയർ ചെയ്യാറുള്ളൂ. അപ്പോൾ അതിനകത്ത് ഓയിലി ഇത് സെറ്റാഫിലിൻ്റെ ഒരു ക്ലീൻസറാണ്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാൻ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ക്ലീൻസർ ഞാൻ എപ്പോഴും ഈ മേക്കപ്പ് ഇടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടിട്ട് ക്ലീൻസർ ഇടും. പക്ഷേ ക്ലീൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫേസ് വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ക്ലീൻ ആക്കാനായിട്ട് ഫേസ് ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. ഞാനൊരു മണ്ടത്തി കാരണം മണ്ടത്തി എന്ന് പറയുക. കാരണം വെച്ച് കഴിഞ്ഞാൽ സെറ്റാഫിൽ ക്ലീൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫേസ് വാഷ് ഒക്കെ ചെയ്യാനുള്ള സാധനമാണ്. അത് നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ അത് ഉപയോഗിക്കാത്ത സാധനമാണ്. മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ സെറ്റാഫിലിൻ്റെ ഇത് നമ്മൾ യൂസ് ചെയ്യും. സെറ്റാഫിലിൻ്റെ എന്ന് വെച്ചാൽ ക്ലീൻസറാണ്. ക്ലീൻസർ എന്ന് വെച്ചാൽ ക്ലീനിങ് ആണ്. പക്ഷേ ഇതിനകത്ത് മോയ്സ്ചറൈസർ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ മോയ്സ്ചറൈസർ എന്നാണ് എഴുതിയിട്ടുള്ളത് കൊണ്ട് ഞാനപ്പോൾ മോയ്സ്ചറൈസറാണെന്ന് വിചാരിച്ച സാധനം ഇത് മോയ്സ്ചറൈസർ അല്ല, ക്ലീൻ ചെയ്യുന്ന സാധനമാണ്. അപ്പം ഞാനിത് ഗെറ്റ് റെഡി വിത്ത് മീൽ 2-3 പ്രാവശ്യം ഗെറ്റ് റെഡി വിത്ത് മീൽ ഞാനിത് എന്താ സ്കിൻ കെയർ ഈ മോയ്സ്ചറൈസറൊക്കെ സാധാ പറ്റണുള്ള ഫേസ് ക്രീമൊക്കെ പറ്റണുള്ള ഞാനിത് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഫേസ് ക്രീം ഓയിൽ പോലത്തെ സാധനങ്ങൾ തേക്കുന്ന പോലെ തന്നെ ഈ സാധനം തേക്കാറ്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫേസ് വാഷ് ചെയ്യാൻ മാത്രം ഉപയോഗിക്കുന്നതിന് നമ്മൾ സ്കിൻ കെയറിന് നമ്മൾ മുഖത്ത് ഇങ്ങനെ പരത്തി വെക്കാനുള്ളതല്ല. ഇത് ക്ലീൻ ചെയ്യുന്ന സാധനമാണ്. അപ്പം അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്കിൻ കെയർ നൈറ്റ് നമ്മൾ ഫേസ് വാഷൊക്കെ ചെയ്യുമല്ലോ, അതുപോലെ തന്നെ ഫേസ് വാഷ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. വളരെയധികം ഞാൻ യൂട്യൂബ് ചെയ്യുമ്പോൾ ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തപ്പോൾ ഫേസ് ക്രീം തേച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ സെറ്റാഫിലിൻ്റെ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരും കമൻറ്റ് ചെയ്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ ഫേസ് വാഷ് ചെയ്യാനായിട്ടാണ് ക്ലീൻസർ ഉപയോഗിക്കുന്നത്, അല്ലാണ്ട് മേക്കപ്പ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ സ്കിൻ കെയറും മോയ്സ്ചറൈസറും പിന്നെ സെറം അതൊക്കെ സ്കിൻ കെയർ ആയിട്ട് യൂസ് ചെയ്യും. മോയ്സ്ചറൈസർ പോലത്തെ സാധനങ്ങളൊക്കെ അതും ഞാനപ്പോൾ ഇത് ക്ലീൻസർ ഞാനപ്പോൾ അതുപോലത്തെ വലിയ സ്കിൻ കെയർ പോലത്തെ സാധനങ്ങളായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അതല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഫേസ് വാഷ് വൈകുന്നേരം നമ്മൾ ഫേസ് വാഷ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തേക്കാണ്. അപ്പോൾ എങ്ങനെയുണ്ടോ ഉപയോഗിച്ചിട്ട് നോക്കിയിട്ട് പറയട്ടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ഇങ്ങനെ ഫേസ് വാഷ് ചെയ്തിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇത് ഓയിലി സ്കിന്നുകൾക്കൊക്കെ നല്ലതാണെന്ന് പറയുന്നത്. ഓയിലി സ്കിന്ന് ആയിട്ടുള്ള കാരണം നല്ലതാണ്. ഓയിലി ആയിട്ട് തന്നെയാണ് തോന്നണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓയില് ഇടുമ്പോൾ തന്നെ അത് ഓയില് തോന്നാറുണ്ടാവും. പിന്നെ ഞാനതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാറുണ്ട്. വേറെ കുരുക്കളോ വേറെ കുഴപ്പങ്ങളൊന്നും ഞാൻ ഈ മേക്കപ്പ് ഇടുന്ന സമയത്ത് വേറെ ക്രീമുകൾ തേക്കുന്ന സമയത്തൊന്നും എനിക്ക് വേറെ കുഴപ്പമൊന്നും വരാറില്ല. അപ്പം ഞാനതങ്ങനെ തന്നെ എടുത്ത് യൂസ് ചെയ്യാറാണല്ലോ. പിന്നെ ഒരാൾ കമൻറ്റ് ചെയ്തപ്പോഴാണ് പിന്നെ ഞാനത് ശ്രദ്ധിച്ച് തുടങ്ങിയത്. ഒരാൾ കമൻറ്റ് ഇങ്ങനെ ചെയ്തു, ഇങ്ങനെയാണ് സംഭവം. അപ്പോൾ തുടങ്ങി ഞാൻ ശ്രദ്ധിച്ചാണ് സെറ്റാഫിൽ ക്ലീൻ ചെയ്യുന്ന സാധനങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ക്ലീൻ ചെയ്യാൻ ഞാനത് ഉപയോഗിച്ചിട്ട് നോക്കിയിട്ടോ. സെറ്റാഫിൻ്റെ ക്ലീൻസറാണത്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ മോയ്സ്ചറൈസർ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. മോയ്സ്ചറൈസർ അല്ല, ക്ലീൻസറാണ്. ക്ലീൻസറിന് കൂടെ എഴുതിയിട്ടുണ്ട്. ക്ലീൻസറിന് വെണ്ടക്ക ശരീരത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അടിയിൽ താഴെയൊക്കെ മോയ്സ്ചറൈസർ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതാണ് വിചാരിച്ചത്. ഓയിലി സ്കിന്നുകളൊക്കെ നല്ലതാണ് പറഞ്ഞിട്ട് ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പതയൊക്കെയുണ്ട്. ഇതിൻ്റെ പതയൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് ക്ലീൻസറാണോ ഇതാണെന്ന് അറിയാൻ പാടില്ലാത്ത ഞാനങ്ങനെ മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് തന്നെ ചെയ്യുന്നു. ഞാൻ തന്നെ ഫേസ് ക്ലീൻ ചെയ്തിട്ട് വരാം. ഇത് നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്ന സാധനം എടുത്തിട്ടുണ്ടല്ലോ. ഇത് ഫേസ് വാഷ് ചെയ്യാം. ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് ഒരു കുറച്ച് മിനിറ്റ് 30-35 സെക്കൻഡ് ഇതുപോലെ ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ഇങ്ങനെ തേച്ചിട്ട് ഇങ്ങനെ നമുക്ക് വാഷ് ചെയ്ത് കളയുന്ന സാധനം ടവൽ വെച്ചിട്ട് ഇങ്ങനെ ഒപ്പിയെടുക്കാം ഒക്കെ പറ്റുന്ന സാധനം. അതാണ് ചെയ്യേണ്ടത്. സാധാരണ ഞാൻ ഫേസ് ക്രീം തേക്കണ പോലെ ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഫേസ് ക്രീം തേക്കണ പോലെയല്ല നമ്മളിത് യൂസ് ചെയ്യേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന പോലെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഫേസ് ക്രീം യൂസ് ചെയ്യുന്ന പോലെ ഒരിക്കലും യൂസ് ചെയ്ത് എനിക്ക് യൂസ് ചെയ്യുന്നത് സെറോപ്പ് യൂസ് ചെയ്യില്ല. അതുപോലെയൊക്കെ ഞാൻ യൂസ് ചെയ്തില്ല. അപ്പോൾ ഞാൻ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടാണ് ഞാൻ അറിയുന്നത് ഫേസിൽ നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കളയുന്ന സാധനം ഫേസ് വാഷ് എങ്ങനെയാണെന്ന് അറിയുന്നത്. എന്നെപ്പോലെ ഒരു മണ്ടത്തിമാർ ഇതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ കറക്റ്റ് പടപട പോലെ വരുന്നുണ്ട്. ഞാൻ ആദ്യം ഇങ്ങനെ തേക്കുമ്പോൾ പടപടൊന്നും വരില്ല. ഞാൻ വെറുതെ ഇങ്ങനെ പരത്തി ഇങ്ങനെ വെക്കാറാണുള്ളത്. ഇതിപ്പോൾ ഇങ്ങനെ പറ്റുമ്പോൾ പതയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ.
ചെറിയൊരു പതയൊക്കെ ഉള്ളൂ ഇതിന് ഈ ക്രീംസ്. ഇത് വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മാമർത്തിൻ്റെ ഒരു ഫേസ് വാഷ് ഉണ്ടെങ്കിൽ അപ്പോൾ ആ ഫേസ് വാഷ് വെച്ച് കഴിഞ്ഞിട്ട് ഫേസ് വാഷ് നമുക്ക് ഇതിൻ്റെ കൂടെ വേറെ ഉപയോഗിക്കാൻ തോന്നും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് നേരം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വെറുതെ വൈറ്റ് ഇത് വെള്ളം കുറച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ കൈ കഴുകിയിട്ട് വരേക്കാം. ഇപ്പോൾ ക്ലിയർ ആയിട്ടോ. അപ്പോൾ സാധാരണ നമുക്ക് ഒരു ഓയിലി സ്കിന്നൊക്കെ തന്നെ, ഓയിലി സ്കിന്ന് പോലെയൊക്കെ തന്നെ ഉണ്ട്. സാധാരണ ഇതൊക്കെ ഇതൊക്കെ തന്നെ കുഴപ്പമില്ല. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ 10-15 മിനിറ്റ് വരെയൊക്കെ ഞാൻ പിടിച്ചോളൂ. 10-15 മിനിറ്റ് വരെയൊക്കെ മതി എന്നാണ് ടൈം അങ്ങനെ പറയുന്നുണ്ട്. 10-15 മിനിറ്റ് വരെയൊക്കെ ഞാൻ വെറുതെ അങ്ങനെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ഫേസ് വാഷ് ഇങ്ങനെ കളയുന്ന പോലെയാണ് ആ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനങ്ങനെ ഫേസ് വാഷ് ചെയ്യുന്ന പോലെ കുറച്ച് നേരം റബ്ബ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഫേസ് വാഷ് ചെയ്തിട്ട് പറയുന്നത് കാണിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല കേട്ടോ. ഫേസ് വാഷ് ഉപയോഗിക്കുന്ന പോലെയൊക്കെ തന്നെയാണ്. വലിയ പദമൊന്നുമില്ല, ചെറിയൊരു പതയിട്ടുണ്ട്. വലിയ നമ്മൾ മറ്റേ ഫേസ് വാഷൊക്കെ ഉപയോഗിക്കണ പോലെ ഭയങ്കരമായിട്ട് പതയൊന്നുമില്ല, ചെറുതായിട്ടൊക്കെ പതയുന്നുള്ളൂ. ഫേസ് ചെറുതായിട്ടൊക്കെ പതയുള്ളൂ. ഭയങ്കര അതിനകത്ത് ആ പതയിൽ തന്നെ എന്താ വെച്ചാൽ ഓയിൽ പോലത്തെ ഒരു സാധനം, എന്താ വെച്ചാൽ ഓയിലായിട്ടത് ഇരിക്കുന്നത്. അതായത് ഞാനൊരു ലോഷനായിട്ട് യൂസ് ചെയ്യുന്നത്. ലോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി ലോഷനാണ്. ബോഡി ലോഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുക, കയ്യും കാലൊക്കെ എല്ലായിടത്തും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു ലോഷനാണ്. അത് ആലോവേരയുടെ ഒരു ലോഷനാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറ്റണത് ഒരു ആലോവേരയുടെ ലോഷനാണ് പറ്റുന്നത്. ആലോവേരയുടെ ലോഷൻ നമുക്ക് ഒരു ഓയിലി ലുക്ക് കിട്ടും. ഓയിലി ഇതൊക്കെ സ്കിൻ കെയർ നല്ലതാണ്. ആലോവേരയുടെ ജെല്ലൊക്കെ വെറുതെ തേക്കുന്നത് നമുക്ക് നല്ലതാണ്. സ്കിന്നിന് നല്ല തിളക്കം കിട്ടും. ഞാനിടക്ക് ആലോവേരയുടെ ജെല്ല് വെറുതെ തേക്കാറുണ്ട്. ഒരു ലോഷനൊക്കെ പറ്റണത് സ്കിന്നിനോട് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നല്ല ഭംഗിക്ക് ഇങ്ങനെ നല്ല രീതിയിൽ തിന്നു ഇത്രയുള്ള എൻ്റെ സ്കിൻ കെയർ. അപ്പോൾ എന്നോട് കുട്ടി പറഞ്ഞതാണ്, യൂട്യൂബിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ക്ലീൻസർ നമുക്ക് എന്താ ക്ലീൻ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് വാഷ് പോലെ യൂസ് ചെയ്യാനുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കറിയാൻ പാടില്ല. പിന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ഈ മിക്ക ഗെറ്റ് റെഡി വിത്ത് മീലും ഞാൻ ഈ ക്ലീൻസർ സാധാ ക്രീം യൂസ് ചെയ്യുന്ന പോലെ ഒരു സെറപ്പ് യൂസ് ചെയ്യുന്നതിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെറപ്പ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്യണം. പിന്നെ അത് എന്താ അവിടെ ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്യുന്നുള്ളൂ ക്ലീൻസ്. അപ്പോൾ അത്ര ഉള്ളോട്ടെ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ പോലത്തെ ഇതുപോലെ മണ്ടത്തിമാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.